ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലി സ്വീറ്റ്സ് ഒക്കെ വന്നോന്നറിയാൻ രാമേട്ടനെ വിളിക്കുക. അപ്പോൾ വന്നോ എന്നറിയുമ്പോൾ ശ്യാമിനോട് പറയുന്നുണ്ട്, ഇപ്രാവശ്യം പുതിയൊരു പാർട്ടിക്കാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, നീ താഴോട്ട് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നേക്കാന്ന് പറയാണ് കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ സ്റ്റോർ റൂം തിരഞ്ഞിങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വലിയ വീട്ടിൽ എവിടെയാണ് സ്റ്റോർ റൂം എന്ന് അറിയില്ലല്ലോ ഭഗവാനെ. അപ്പോൾ അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കണ സമയത്ത് അശ്വിൻ ഫോൺ വിളിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ഈ കടലമുട്ടായി എങ്ങോട്ട് തിരിഞ്ഞാലും ഇയാൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റൂമിൽ കയറി ഒളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ ഇങ്ങനെ ഫോൺ വിളിച്ച് പോകുമ്പോൾ ആ റൂമിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവൻ അവിടെ ഇങ്ങനെ ശ്രുതി ഉണ്ടോ എന്നുള്ള ആ ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കുന്നുണ്ട് കേട്ടോ അശ്വിനും. അതിനിടയിൽ ഇങ്ങനെ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി ഇപ്പോൾ കയറിയ റൂം അഞ്ജലിയുടേതാണ് കേട്ടോ. ശ്യാമാണെങ്കിൽ വാഷ്റൂം പോയതാണ്. അവിടുന്ന് വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശ്രുതി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. പിന്നെയും അശ്വിൻ ആ വഴി ഇങ്ങനെ പോകുമ്പോൾ അവന് ശ്രുതിയുള്ള ആ ഒരു പാട്ടും ആ ഫീലിങ്ങും ഒക്കെ വരുന്നുണ്ട്. ആ സമയം മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവിടെ ശ്രുതിയൊന്നുമില്ല, എനിക്കെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സെർവൻറ്റ് വന്നിട്ട് സാർ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കണേ. ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ വിടുകയാണ്. എന്നിട്ട് അശ്വിൻ ഫോൺ വിളിച്ച് വീണ്ടും പോവാണ് കേട്ടോ. സ്റ്റോർ റൂം ഈ ഭാഗത്തെങ്ങും വരാൻ സാധ്യതയില്ല. എന്തിനാണ് ദൈവമേ കിച്ചൻ്റെ ഇത്രയും ദൂരെ സ്റ്റോർ റൂം കൊണ്ടുവച്ചത്? ഇത്രയും വലിയ കൊട്ടാരം പോലെ വീടെടുത്ത ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കുട്ടികൃഷ്ണ, ആ കടലമിഠായി കാണാതെ സ്റ്റോർ റൂമിൽ നിന്ന് പാത്രങ്ങൾ എടുക്കാൻ സഹായിച്ചാൽ മതിയായിരുന്നു എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അശ്വിൻ പോയിട്ട് ഒരു സെർവൻറ്റിനെ തട്ടുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സാർ സ്പീഡിൽ വരുന്നത് കണ്ടില്ല. ഇപ്പോൾ എൻ്റെതായ കുറ്റം, പാർട്ടിക്കിടെ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് ചൂടാവുന്നുണ്ട്. പിന്നീട് മുകളിലേക്ക് കയറി വരികയാണ് അശ്വിൻ ഫോൺ വിളിച്ചുകൊണ്ട്. രേഷ്മ ഇന്ന് തന്നെ ആ ഫയലൊക്കെ ഫോർവേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം ശ്രുതി മുകളിലായിരുന്നു കേട്ടോ. ഈശ്വരാന്ന് പറഞ്ഞിട്ട്, ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം? ചതിച്ച എൻ്റെ കുട്ടികൃഷ്ണ, ഇത് അയാളുടെ റൂമാണെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒക്കെ ചോദിച്ചിട്ട് ഒരു രണ്ട് തൂണുകളുടെ മറവിലുള്ള കർട്ടൻ അയച്ചിട്ടിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ, ഇവിടെ സേഫാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും അശ്വിൻ ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ കയറി ചെല്ലുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. വീണ്ടും ഒരു ഫോൺ വരികയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് കയറാണ് കേട്ടോ. എന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷെൽഫ് തുറക്കുമ്പോൾ കാണുന്നത് ആരെയാ? നമ്മുടെ ശ്രുതി. അങ്ങനെ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇവിടെ വന്നു പറ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അന്നേരം പിടിച്ച് വലിച്ച് കട്ടിലേക്ക് ഇടുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എങ്ങനെ ഇവിടെ വന്നു പറ എന്ന് പറയുമ്പോൾ അപ്പോഴും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ശ്രുതിയുടെ കൈ പിടിച്ചിങ്ങനെ അമർത്തി പിടിക്കുകയാണ് കേട്ടോ. ശ്രുതിക്ക് വേദനിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ കൈയൊന്നും വിടുന്നില്ലേ. ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ കൈ പിടിച്ചിട്ട് എടുത്ത് മാറ്റിയിട്ട് ഓടുകയാണ് കേട്ടോ. ശ്രുതി നിക്കവിടെ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഉണ്ടോ കേൾക്കുന്നു? നിറയുണ്ട് കേട്ടോ അശ്വിൻ. എന്നിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട് ശ്രുതി. എന്നിട്ട് പാത്രങ്ങളുമായിട്ട് വരികയാണ് കേട്ടോ അടുക്കളയിലേക്ക്. ആ സമയം തന്നെ മുത്തശ്ശിയും അഞ്ജലിയും അടുക്കളയിലേക്ക് എത്തുന്നു. അവിടെ കാണുന്ന സ്വീറ്റ്സിൻ്റെ മണം കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഹായ് എന്തൊരു നല്ല മണം കേട്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഗുണം, നല്ലതുപോലെ നെയ്യും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അഞ്ജലി പറയും, നിങ്ങളെപ്പോൾ എത്തി, നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞങ്ങളൊരു സ്വീറ്റ് സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇവിടുത്തെ ഓർഡർ കിട്ടിയത് ഞങ്ങൾക്കാണ് എന്നുള്ള കാര്യം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, കുട്ടിയെ ആദ്യം അറിയോ അഞ്ജലിക്ക് എന്ന് ചോദിക്കുമ്പോൾ, നല്ല കാര്യം, ഇതാരാന്നറിയോ മുത്തശ്ശിക്ക്? നമ്മുടെ ശ്രുതിയുടെ ചേച്ചിയാണ് പ്രീതി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നല്ല മര്യാദയുള്ള കുട്ടിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. നിങ്ങൾ തന്നെയാണോ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞങ്ങൾ തന്നെയാണ്, കൂടുതലും ഉണ്ടാക്കിയത് നമ്മുടെ ശ്രുതിയാണ്, അവളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവള് വിവാഹ വാർഷികാശംസകളൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി ആകെ പേടിച്ച് അരണ്ട് വരികയാണ് കേട്ടോ. എന്താ ശ്രുതി, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഞ്ജലി. അഞ്ജലി മാഡം ഒന്നുമില്ല. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, എന്താ ശ്രുതി, നീ എന്താ മാഡത്തോട് വിവാഹാശംസകൾ പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ മറന്നുപോയി മാഡം, വിവാഹദിനാശംസകൾ എന്നൊക്കെ പറയാം കേട്ടോ ശ്രുതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.